നിങ്ങളിൽ ഒരുപാട് പേര് മാർബിൾ ഹോംസിനോട് ചോദിക്കുന്ന അതേ ലൊക്കേഷനിലാണ് ഇന്ന് ഞങ്ങൾ വീട് കൊണ്ടുവന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയ്ക്ക് വളരെ അടുത്താണ് പുതിയകാവ്. എല്ലാവർക്കും അറിയാം. പുതിയകാവ് ടെമ്പിളിൽ നിന്ന് വെറും 450 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. തൃപ്പൂണിത്തുറയിൽ നിന്ന് നോക്കുവാണെങ്കിൽ വെറും 4 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഡിസ്റ്റൻസ് തന്നെ ആദ്യം ഒന്ന് നോക്കിയാലോ. ഇവിടെ നിന്ന് വൈറ്റിലയിലേക്ക് നോക്കുവാണെങ്കിൽ 8.4, തൃപ്പൂണിത്തുറയിലേക്ക് 4 കിലോമീറ്റർ, ഇടപ്പള്ളിയിലേക്ക് 15, കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്റർ, എയർപോർട്ടിലേക്ക് നമുക്ക് 1 അവറിൽ താഴെ മാത്രമാണ് ട്രാവൽ വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് വരുന്നത്. വീടിനകത്തേക്ക് വരുന്ന റോഡ് നിങ്ങൾ നോക്കിക്കോളൂ. വൈഡ് ആയിട്ടുള്ള ഇന്റർലോക്കിംഗ് ടൈൽ വിരിച്ച വഴിയാണ് നമുക്ക് ഈ കാണുന്ന വീടിന്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. വീട് ഇരിക്കുന്നത് നല്ലൊരു പൊസിഷനിലാണ്. നമുക്ക് ഏകദേശം ഒരു 2 വഴികളോളം കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലൂടെയും വഴി ഷെയർ ചെയ്യുന്നുണ്ട്, സൈഡിലൂടെയും വഴി ഷെയർ ചെയ്യുന്നുണ്ട്. അത് നല്ല ഭംഗിയുള്ള വീതിയുള്ള ടൈൽ ഇട്ട റോഡ് തന്നെയാണ്. 2 ഭാഗത്തൂടെ നമുക്ക് വീടിന്റെ എൻട്രൻസ് കിട്ടുന്നുണ്ട്. വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ ആണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 2 റോഡിൽ നിന്ന് നോക്കിയാലും നമ്മുടെ വീട് വിസിബിൾ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയാണ് നമുക്ക് എലിവേഷൻ കാണാനായിട്ട്. കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് നിങ്ങൾ നോക്കിക്കോളൂ. നമുക്ക് വീടിന്റെ റോഡിന് ഫേസ് ആയി വരുന്ന ഈ ഒരു ഭാഗത്തൂടെ ഒരു കാറിനുള്ള പാർക്കിംഗ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. കവേർഡ് ആയിട്ടുള്ള പോർച്ച് നിങ്ങൾക്ക് ഇവിടെ വേറെ കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ വലിയൊരു കാർ ഈ ഒരു ഭാഗത്ത് ചെയ്യാം. മതിലിന്റെ ഡിസൈൻ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഭംഗിയായിട്ട് GI പൈപ്പ് കൊണ്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നടന്ന് കയറണമെങ്കിൽ ഇങ്ങനെ ഒരു ഗേറ്റ് കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള നമ്മുടെ കാർ പോർച്ചും എൻട്രൻസും നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഫോൾഡിംഗ് മെത്തേഡിൽ വലിയൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ വലിയൊരു കാർ പാർക്ക് ചെയ്യാം. കംപ്ലീറ്റ് റൂഫൊക്കെ കവേർഡ് ആയ ഒരു പോർച്ചാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. മുകൾ ഭാഗത്ത് ബാൽക്കണിയുടെ പോർഷനൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. അവിടെയെല്ലാം തന്നെ യൂട്ടിലിറ്റി സ്പേസ് എല്ലാം വരുന്നുണ്ട്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് സേഫ് ആയിട്ട് തന്നെയാണ് ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നോക്കിക്കോളൂ, അടുത്തടുത്തൊക്കെ നല്ല വില്ലകളുള്ള നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് ഈ കാണുന്ന വീട് വരുന്നത്. മെയിൻ ആയിട്ട് വൈറ്റ് കളർ പെയിന്റ് ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ ഇടയ്ക്കിടയ്ക്ക് മാത്രം ടെക്സ്ചർ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം ആവശ്യത്തിന് മാത്രം കൊടുത്ത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. 4.25 ആണ് ലാൻഡ് അളവ് വരുന്നത്. 1800 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളും നിങ്ങളുടെ വലിയ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് ഫെസിലിറ്റിയും കൊടുത്തിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ കാർ പോർച്ച് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. റൂഫ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് നിങ്ങളുടെ ഒരു വലിയ കാറിനുള്ള പാർക്കിംഗ് സ്പേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. കാർ പോർച്ചിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഏരിയ നിങ്ങൾ നേരെ വരുമ്പോൾ ഇവിടെ എല്ലാം റൂഫ് കവേർഡ് ആണ്. നമ്മളുടെ വീടിന്റെ കിച്ചണിന്റെ ബാക്ക് സൈഡ് ആണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. റൂഫും കവേർഡ് ആണ്. ഫ്ലോർ നോക്കുവാണെങ്കിൽ ഇവിടെ ടൈലാണ് തിരിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്ന സമയത്ത് വീടിന്റെ ആ ഒരു റൈറ്റ് സൈഡ് ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും നിങ്ങൾക്ക് ഏകദേശം അത്യാവശ്യം ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഗ്യാസ് സിലിണ്ടേഴ്സ് വെക്കാനുള്ള കേജ് കിട്ടുന്നുണ്ട്. ബെല്ല് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ബെല്ലിന്റെ സ്ഥാനം വരുന്നത്. ഇവിടെയും ഏരിയ സ്പേഷ്യസ് ആണ്. മെറ്റൽ ചിപ്പാണ് തിരിച്ചിരിക്കുന്നത്. വീടിന്റെ ലിവിംഗ് സ്പേസിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഗ്രേ കളറിൽ നല്ലൊരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കാണാം. കംപ്ലീറ്റ് ആയിട്ട് തന്നെ ബ്ലൈൻഡ്സ് ആണ് ഇട്ടിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടാണെങ്കിലും വർക്കുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗും ഫാൻ ഫിറ്റിംഗും കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ ഭംഗിയായിട്ട് മൾട്ടിവുഡിൽ വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. താഴെ കംപ്ലീറ്റ് ആയിട്ട് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ കാണുന്ന ബോർഡ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പാർട്ടീഷൻ ആണ്. ആക്ച്വലി ഡൈനിങ് ഹാളിലേക്കുള്ള പാർട്ടീഷൻ ആണ്. പക്ഷെ ഭംഗിയായിട്ട് ഓപ്പൺ ഷെൽഫുകളും താഴെ ക്ലോസ്ഡ് കബോർഡുകളും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഡൈനിങ് ഹാള് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. 12 അടി നീളവും 8.5 അടി വീതിയുമുള്ള നല്ലൊരു ഡൈനിങ് സ്പേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. നമ്മളിപ്പോ കണ്ട ലിവിംഗ് സ്പേസ് 13.5 അടി നീളവും 10 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിന്റെ ഡൈനിങ് സ്പേസ് ആണ്. വളരെ നല്ലൊരു ഏരിയ തന്നെ കിട്ടുന്നുണ്ട്. 12 അടി നീളവും 8.5 അടി വീതിയുമാണ് ഡൈനിങ് ഹാളിന് കിട്ടുന്നത്. ഡൈനിങ് ഹാളിലെ വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വിൻഡോ വരുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത് ഈ ഭാഗത്തു നിന്നാണ്. സ്റ്റെപ്പ് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ്. ഹാൻഡ് റൈൽസ് ഒക്കെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെ വരുന്ന ഭാഗം നോക്കുവാണെങ്കിൽ നിറയെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. റൂഫ് നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് ഡബിൾ ഹൈറ്റഡ് ആണ്. ബാക്കി വരുന്ന റൂഫ് കംപ്ലീറ്റ് ആയിട്ട് LED സ്ട്രിപ്പുകൾ ഭംഗിയായിട്ട് കൊടുത്തിട്ട് ഫാൻ ഫിറ്റിംഗും ആണ് കിട്ടുന്നത്.
നമുക്കിനി കിച്ചൺ ഒന്ന് നോക്കാം. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് വുഡൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഓപ്പൺ ഷെൽഫുകൾ കിട്ടുന്നുണ്ട്. അവിടെ LED സ്ട്രിപ്പുകൾ വരുന്നുണ്ട്. എൻട്രൻസിൽ 2 ഹാങ്ങിങ് ലൈറ്റും കിട്ടുന്നുണ്ട്. വളരെ സ്പേഷ്യസ് ആണ് കിച്ചൺ. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വാസ്തുപരമായിട്ടാണ് വരുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വൈറ്റ് ആൻഡ് ബ്രൗൺ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ നിറയെ ക്യാബിനറ്റ്സ് ആണ്. മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലും ഭംഗിയുള്ള കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കിയാൽ കാണാം ബ്ലൈൻഡ്സ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ഈ ഒരു ഭാഗത്താണ്. കിച്ചൺ ഇതുകൊണ്ടും തീരുന്നില്ല. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കൂടെ കിച്ചൺ ഇങ്ങനെ വൈഡ് ആയിട്ട് കിടക്കുകയാണ്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജ് വെക്കാൻ സെപ്പറേറ്റ് ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു വർക്കിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാനോ എടുത്ത് വെക്കാനോ ഒക്കെ നല്ലൊരു ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് മൈക്രോവേവ് ഓവനൊക്കെ വെക്കണമെന്നുണ്ടെങ്കിലും അതിലൊരു പോയിന്റും ഇവിടെ കിട്ടുന്നുണ്ട്. കിച്ചണിന്റെ റൂഫ് നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ടും ഭംഗിയായിട്ടും ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. നമുക്ക് അവിടെയും ഒരു ഫാൻ ഫിറ്റിംഗ് കിട്ടുന്നുണ്ട്. തുറന്നു കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് നമ്മൾ ഓൾറെഡി ആ വർക്ക് ഏരിയയുടെ സ്പേസ് ഇവിടെ ചെയ്തിട്ടിരിക്കുകയാണ്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് നല്ലൊരു വർക്ക് ഏരിയ സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്ലോർ ഒക്കെ നോക്കുവാണെങ്കിലും ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ഡോറിന്റെ പാറ്റേൺ നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 13.5 10.5 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ് വരുന്നത്. ഇവിടെ 2 വിൻഡോസ് വരുന്നുണ്ട്. ബാക്കിയുള്ള 2 വിൻഡോസ് ഇവിടെയാണ്. എല്ലാത്തിലും തന്നെ ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ വാർഡ്രോബ്സ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഭംഗിയായിട്ട് വുഡൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ്. ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു ഡ്രോ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. റൂഫ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിസൈനുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സും ഹാങ്ങിങ് ലൈറ്റും ഫാൻ ഫിറ്റിംഗും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നത്. നല്ലൊരു ഏരിയ അതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഷെൽഫുകൾ വരുന്നുണ്ട്. താഴെ ക്ലോസ്ഡ് കബോർഡുകളും കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. താഴേക്ക് നല്ല ഡെപ്തിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വെള്ളമൊന്നും പുറത്തേക്ക് വരില്ല. ഇവിടെ നമ്മൾ ഡൈനിങ് ഹാള് കണ്ടു. ഇവിടെ ബെഡ്റൂം കണ്ടു. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. വാഷ് ഏരിയയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. മിറർ വരുന്നുണ്ട്. വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ്. താഴെ നോക്കുവാണെങ്കിലും കംപ്ലീറ്റ് കബോർഡുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഡോറിന്റെ ഒക്കെ പാറ്റേൺ സെയിം ആണ്. 11.5 8 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ് വരുന്നത്. ഇവിടെയായിട്ട് വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും കൂടെ ഒന്നിച്ചാണ് ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. അതും കംപ്ലീറ്റ് ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിന് നോക്കുവാണെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗും ഡിസൈനുകളും ഫാൻ ഫിറ്റിംഗും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ബാത്റൂം കുറച്ച് ഡെപ്തിലേക്കാണ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്പുകളിലെല്ലാം തന്നെ ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ ഫസ്റ്റ് ഫ്ലോറിലാണ് എത്തി നിൽക്കുന്നത്. ഈ ഭാഗത്തായിട്ട് വിൻഡോസ് ഉണ്ട്. അതും ബ്ലൈൻഡ്സ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ വന്ന് നിൽക്കുന്നത് വലിയൊരു ഹാളിലേക്കാണ്. സ്പേഷ്യസ് ആയ നല്ലൊരു ഏരിയ തന്നെ നിങ്ങൾക്ക് ഇവിടെ അപ്പർ ലിവിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. ഇതുപോലെ സ്ട്രൈറ്റ് ലെങ്ത് ആയിട്ട് നമുക്കൊരു സ്പേസ് ഉണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വലിയൊരു ഹാളും കിട്ടുന്നുണ്ട്. ഇവിടെയാണ് അപ്പർ ലിവിങ്ങിനായിട്ടുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. TV വെക്കാനായിട്ട് ഈ ഒരു വോളിലാണ് പവർ പോയിന്റും കേബിളിലും എല്ലാം ഉള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് ബ്ലൈൻഡ്സ് കവേർഡ് ആയിട്ട് കാണാവുന്നതാണ്. റൂഫിലും നല്ല രീതിയിൽ തന്നെ കാര്യമായിട്ട് തന്നെ ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും എയർ ഹോൾസും എല്ലാം കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നപ്പോൾ ആദ്യത്തെ ഡോറ് വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. വലിയൊരു ഏരിയ തന്നെ യൂട്ടിലിറ്റിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലോർ ടൈലുകൾ കുറച്ച് ഡിഫറെന്റ് ആണ്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു വാഷ് ബേസിൻ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. നിങ്ങളുടെ വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഇവിടെ വെക്കാം. അതുകൂടാതെ എന്ത് സാധനങ്ങൾ ഉണ്ടെങ്കിലും സ്റ്റോർ ചെയ്യാനായിട്ട് നല്ലൊരു സ്പേസ് ആണ്. ബിക്കോസ് റൂഫ് ഇവിടെ കംപ്ലീറ്റ് കവേർഡ് ആണ്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെയർ കേസ് നല്ല ഹാൻഡ് റൈഡ്സ് ഒക്കെ കൊടുത്ത് സേഫ് ആയിട്ട് കംപ്ലീറ്റ് കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ എത്തുന്നത് വരെയുള്ള സ്പേസ് നിങ്ങൾക്ക് വെയിലും മഴയൊന്നും കൊള്ളാതെ കംപ്ലീറ്റ് ആയിട്ട് റൂഫ് കവേർഡ് ആണ്. ഇതുപോലെ ഒരു ഏരിയ കൂടി നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. യൂട്ടിലിറ്റി അത്യാവശ്യം വലിയ ഏരിയ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒട്ടും മഴ നനയാതെ സേഫ് ആയിട്ടുമാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഇതുവഴി വരുമ്പോൾ നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് കൂടി ഒരു എൻട്രി കിട്ടുന്നുണ്ട്. അപ്പർ ലിവിംഗ് സ്പേസിൽ നിൽക്കുമ്പോൾ ഈ ഒരു ഡോർ തുറന്നാൽ നമുക്ക് നേരത്തെ കണ്ട ബാൽക്കണിയിലേക്ക് ഇവിടെ നിന്നുകൂടി എൻട്രി കിട്ടുന്നുണ്ട്. ബാൽക്കണി നല്ല ലെങ്തി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ റൂഫ് കവേർഡ് ആണ്. ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഡിസൈനിലും സേഫ് ആയിട്ടുമാണ് കൊടുത്തിരിക്കുന്നത്.
ഇവിടെയെല്ലാം നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. തൊട്ടടുത്തെല്ലാം നിറയെ വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിവിടെ താഴെ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ബെഡ്റൂം സൈസ് ഉണ്ട്. 13.5 10.5 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വിൻഡോസ് വരുന്നുണ്ട്. ഈ ഭാഗത്ത് വിൻഡോസ് ഉണ്ട്. കംപ്ലീറ്റ് പ്രൈംസ് കവർ ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ്സ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. താഴെ നമ്മൾ കണ്ട അതേ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. റൂഫ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട്. ഓപ്പൺ ഷെൽഫും താഴെ ക്ലോസ്ഡ് കബോർഡുകളും കിട്ടുന്നുണ്ട്. അതിനടുത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബ്രൗൺ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ്. നേരത്തെ കണ്ട അതേ ഒരു സെയിം ടൈലുകളും എല്ലാമാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ് കാണാനുള്ളത്. കമ്പാരിറ്റീവ് ഒരു ചെറിയ ബെഡ്റൂം ആണ്. 11.5 8 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ്. 2 ഭാഗത്തായിട്ട് വിൻഡോസ് ഉണ്ട്. എല്ലാ വിൻഡോസും ബ്ലൈൻഡ് കവേർഡ് ആണ്. റൂഫ് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എയർ ഹോൾ ഫെസിലിറ്റി എല്ലാ റൂമുകളിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് വാർഡ്രോബും മിററും കൂടി ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. താഴെ കണ്ട സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. കമ്പാരിറ്റീവ്ലി കുറച്ച് ലെങ്തി ആയിട്ട് വലിയൊരു ബാത്റൂം ആണ് ഇവിടെ കിട്ടുന്നത്. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങളെ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയ്ക്ക് അടുത്ത പുതിയ കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. തൃപ്പൂണിത്തുറയിൽ നിന്ന് വെറും 4 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ബസ് റൂട്ടൊക്കെ വളരെ അടുത്താണ്. പുതിയ കാവ് ടെമ്പിൾ ഫേമസ് ആണ്. അവിടെ നിന്നും ബസ് റൂട്ടിൽ നിന്നും ഒക്കെ വെറും 450 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലാൻഡ് നോക്കുവാണെങ്കിൽ 4.25 ആണ്. 1800 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിനുള്ളത്. 2 വലിയ കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. വെൽ വാട്ടർ ഉണ്ട്. KWയുടെ വാട്ടറും ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 4.25 സെന്റ് ലാൻഡിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഓണർ ഈ വീടിന് ചോദിക്കുന്നത് 1,25 ലക്ഷം രൂപയാണ്. 1.25 CR എന്നുള്ളതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയിലും ഈ വീട് സ്വന്തമാക്കാവുന്നതാണ്. നല്ലൊരു വീടാണ്. പുതിയകാവ് തൃപ്പൂണിത്തുറയ്ക്ക് വളരെ അടുത്താണ്. അതുകൊണ്ട് ആരും ഒട്ടും ലേറ്റ് ആവരുത്. പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് കോൾ അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ വാട്സപ്പിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിട്ടാൽ തീർച്ചയായിട്ടും ഞങ്ങൾ കോൾ തിരിച്ചു ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വിസിറ്റിനായിട്ട് ഇന്ന് തന്നെ നിങ്ങളുടെ ഡേറ്റ് അപ്പോയിന്റ്മെന്റ് എല്ലാം തന്നെ എടുക്കുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.